രണ്ട് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് സാങ്കി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇന്ന് സാങ്കി ഇൻഡസ്ട്രീസ് 1.6% ഇടിഞ്ഞ് 102 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 186, 52 വീക്ക് ലോ 68. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 9% റിട്ടേൺ ആണ് നൽകിയത്. സാങ്കി ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോട്ടറായ അംബുജ സിമൻറ്റ്, രവി സാങ്കി എന്നീ വ്യക്തി സാങ്കി ഇൻഡസ്ട്രീസിൻ്റെ 3.5% സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് 90 ലക്ഷം ഷെയറുകളാണ് ഓഫ്ലോഡ് ചെയ്യുന്നത്. 2023 അദാനി ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള അംബുജ സിമൻറ്റ് സാങ്കി ഇൻഡസ്ട്രീസിൽ 54% സ്റ്റേക്കുകൾ 5185 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തത്. അതിനുശേഷം മാർച്ച് 26 കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് 5 മില്യൺ ഷെയറുകൾ ഓഫ്ലോഡ് ചെയ്തിരുന്നു. ഇത് രണ്ടാമത്തെ OFS ആണ് സാങ്കി ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ വരുന്നത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 102 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. നാളെ 90 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഡിസ്കൗണ്ട് സെല്ലിംഗ് ആയിരിക്കും സ്റ്റോക്കിൽ നടത്തുക. അദാനി ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള അംബുജ ഗ്രൂപ്പ് മെയിൻ പ്രൊമോട്ടർ ആണെങ്കിലും സാങ്കി ഇൻഡസ്ട്രീസിൻ്റെ പെർഫോമൻസ് അത്ര മികച്ചതല്ല. ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനി പ്രോഫിറ്റ് കൺസിസ്റ്റൻ്റായി ജനറേറ്റ് ചെയ്യുന്നില്ല. പലപ്പോഴും ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഫ്രീക്വൻറ്റ് ഇൻ്റർവെല്ലിൽ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് ICICI ബാങ്ക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. ഇന്ന് ICICI ബാങ്ക് 2.9% ഉയർന്ന് 1200 കോടി രൂപയ്ക്ക് മുകളിലെത്തി. 8.44 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 1206, 52 വീക്ക് ലോ 899. ICICI ബാങ്ക് $100 ബില്യൺ വാല്യുവേഷനുള്ള $100 ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഇന്ത്യൻ കമ്പനിയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. റിലയൻസ് ഇൻഡസ്ട്രീസ്, ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡ്, HDFC ബാങ്ക്, ഭാരതി എയർടെൽ തുടങ്ങിയ കമ്പനികളാണ് $100 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് അച്ചീവ് ചെയ്ത മറ്റ് കമ്പനികൾ. മുമ്പ് ഇൻഫോസിസും $100 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് അച്ചീവ് ചെയ്തിരുന്നു. അതിനുശേഷം സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് മോശമായതിനെ തുടർന്ന് മാർക്കറ്റ് ക്യാപ്പ് $75 ബില്യൺ ചുരുങ്ങുകയായിരുന്നു. ICICI ബാങ്ക് അതിൻ്റെ റോബസ്റ്റ് ലോൺ ഗ്രോത്തും ക്വാളിറ്റി പെർഫോമൻസും ക്രെഡിറ്റ് കോസ്റ്റും ഇംപ്രൂവ് ചെയ്യും എന്നാണ് മോത്തിലാൽ ഓസ്വാൾ പോലുള്ള ബ്രോക്കേജ് ഏജൻസികൾ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മോത്തിലാൽ ഓസ്വാൾ ICICI ബാങ്കിന് ബൈ എന്ന റേറ്റിംഗും 1350 രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട്. ഇന്ന് സ്റ്റോക്കിൽ 1175 എന്ന റേഞ്ചിനടുത്ത് ബ്രേക്കൗട്ട് വന്നതിന് ശേഷം സ്റ്റോക്ക് 1200 മുകളിലാണ് ക്ലോസിംഗ് നൽകിയിരിക്കുന്നത്. അസറ്റ് ക്വാളിറ്റി റോബസ്റ്റായി തുടരുന്നതും ക്രെഡിറ്റ് കോസ്റ്റ് ഗ്രാജുവലൈസ് ആകുന്നതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ICICI ബാങ്കിന് മോത്തിലാൽ ഓസ്വാൾ ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകിയിരിക്കുന്നത്. 1175 എന്ന ലെവലിനെ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് സ്റ്റോക്കിലെ സപ്പോർട്ടിൽ വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അതല്ല, ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർക്ക് 1300 രൂപയുടെ ടാർഗറ്റാണ് മോത്തിലാൽ ഓസ്വാൾ നൽകിയിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.